ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് തപ്പി കണ്ടുപിടിച്ച് അൺബോക്സ് ചെയ്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു നമ്മുടെ ചോക്ക് എന്ന് പറയുന്നത്. ആൻഡ് കുറേ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിയില്ലായിരുന്നു. ആൻഡ് ഞാൻ അതിൽ നിന്ന് കണ്ടുപിടിച്ച് ഇത് തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് അൺബോക്സ് ചെയ്തതാണ്. ആൻഡ് ഫൈനലി അത് തന്നെയായിരുന്നു ഗൈസ്. എനിക്ക് 2 പെട്ടി ചോക്കാണ് കിട്ടിയത്. ബട്ട് അതിൽ ഒരു പെട്ടി ചോക്കിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ബട്ട് മറ്റേത് കുറേ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ റിട്ടേൺ ഒന്നും വിടാൻ പോയില്ല. ബിക്കോസ് നമ്മൾ വരയ്ക്കുമ്പോഴാണെങ്കിലും പൊട്ടിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടല്ലോ. ആൻഡ് ഇതിൻ്റെ റേറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാനൊന്നും തോന്നത്തില്ല. ആൻഡ് നല്ലതായിരുന്നു. ഞാനിങ്ങനെ വരച്ചൊക്കെ നോക്കിയപ്പോഴാണെങ്കിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെന്താ പറയുക, അപ്പം ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് പ്രൊഡക്റ്റ് കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തേത് ഡ്രസ് പിൻ ആയിരുന്നു. അത് വന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ചേഞ്ചസ് വരാതിരിക്കാൻ പിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ സെക്കൻഡ് വൺ നീഡിൽ സെറ്റാണ്. എല്ലാ അളവിലുള്ള നീഡിൽസും ഉണ്ട്. നമുക്കറിയാം ഓരോന്നും സ്റ്റിച്ച് ചെയ്യാൻ ഓരോ നീഡിൽസാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.